എന്ന മാതാവ് രാമായണത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ്. നമ്മളിന്ന് ആരാധനയ്ക്ക് പോകുന്ന ശബരിമലയുടെ പേരിൽ നിന്ന് ശബരിയുടെ പേരിൽ അറിയപ്പെടുന്നത്. മാതംഗ മഹർഷിയുടെ ആശ്രമമായിരുന്നു കൊണ്ട് ശബരിമല. ആ ശബരിമലയിൽ ഈ മാതംഗ മഹർഷിക്ക് വേണ്ടിയിട്ട് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുത്തിരുന്ന, അവർക്ക് ആവശ്യമുള്ള പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ കൊടുത്തിരുന്ന ഒരു സാധാരണക്കാരിയായ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, ഒരു കാട്ടാള വംശത്തിൽ ജനിച്ച, മനസ്സിലായില്ലേ, ഒരു വനവാസി സ്ത്രീയാണ് ആര്? ശബരി. പക്ഷേ ഈ ഋഷീശ്വരന്മാരുടെ സാമീപ്യം കൊണ്ടും അവർ നടത്തുന്ന ചർച്ചകളും ഉപദേശങ്ങളും കേട്ട് മനസ്സ് ശുദ്ധമായി ഇവർ പതുക്കെ പതുക്കെ നല്ല ഭക്തയായി തപസ്വിനിയായി മാറി. നമ്മൾ പറയാറില്ലേ, മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് സംരംഭമുണ്ടാവും. ഇത് കല്ലല്ലോ, മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ മഹാത്മാക്കളോടുള്ള സഹകരണം കൊണ്ട് തന്നെ നമ്മൾ നന്നാവും. നല്ല ആൾക്കാരോട് സഹകരിച്ചാൽ ആ നന്മ നമ്മളിലേക്കും വന്നു ചേരും. ഈ ശബരി അങ്ങനെ ജീവിച്ചു. മാതംഗ മഹർഷി അവിടെ വിട്ടുപോകുമ്പോ മാതംഗ മഹർഷി പറഞ്ഞു, ത്രേതായുഗത്തിൽ രാമൻ ഇവിടെ വരും, ആ രാമനെ കണ്ട് മോക്ഷം നേടണം എന്ന് അനുഗ്രഹിച്ചിട്ടാണ് പോയത്. ഈ ശബരി അന്നു മുതൽ അവിടെ കഴിയുകയാണ്. ആരെ കാത്ത്? ശ്രീരാമാവതാരത്തിൽ ഭഗവാൻ വിഷ്ണു വരുന്നത് കാത്ത് പ്രാർത്ഥനയോടെ കഴിയാണ്. നാമജപം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും മനഃശുദ്ധി നേടിയ, മനസ്സിലായില്ലേ, ജനിച്ച കുലമോ ജാതിയോ ഒന്നുമല്ല ഭഗവാനെ നേടാനുള്ള മാർഗം ആണോ? അങ്ങനെയാണെങ്കിൽ ശബരി ജനിച്ചത് കാട്ടാള സ്ത്രീയായിട്ടാണ്, വനവാസിയായിട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? രൂപം കൊണ്ടോ ഭംഗി കൊണ്ടോ അല്ല ശബരി ശ്രേഷ്ഠയായത്, ഭക്തി കൊണ്ടാണ്. അങ്ങനെ ശബരി അവിടെ കഴിഞ്ഞു. അപ്പൊ സീതാന്വേഷണത്തിന് വേണ്ടിയിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാൻ ആ വനത്തിലൂടെ വരുന്ന സമയത്ത് ശബരിയാണ് പറയുന്നത്, നേരെ ലങ്കയിലേക്ക് പോകണം, അല്ലേ, രാവണനാണ് സീതയെ കൊണ്ടുപോയതെന്നും അങ്ങനെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ ഇന്ന ആൾക്കാരെ, സമ്മതി എന്ന് പറയുന്ന പക്ഷിയെ ആശ്രയിക്കണം, സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കണം, ഇതൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ആരാ? ശബരിയാണ്. ഈ സുഗ്രീവൻ വാലിയെ പേടിച്ച് വന്ന് വാലികരാമലയിലുണ്ട്, സുഗ്രീവനുമായി സഖ്യമുണ്ടാക്കിയാൽ സുഗ്രീവ സഖ്യം ഗുണമാകുമെന്നൊക്കെ രാമന് ഉപദേശമൊക്കെ കൊടുത്തു. ഈ സമയത്ത് ശബരിക്ക് മനസ്സിലായി, ഈ ശ്രീരാമനും ലക്ഷ്മണനും സീതയെ അന്വേഷിച്ച് ഇങ്ങനെ നടന്ന് ക്ഷീണിച്ചാണ് വരുന്നത്. അപ്പൊ അവർക്ക് ഭക്ഷണം കൊടുക്കണം. അപ്പൊ കാട്ടിലെല്ലാ ഭക്ഷണമുള്ളത് പഴങ്ങളാണ്. ശബരി എന്ത് ചെയ്തു? തൊട്ടടുത്തുള്ള പഴങ്ങളൊക്കെ പറക്കി, പല വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്ന് കിട്ടുന്ന പഴങ്ങളൊക്കെ പറക്കി ഒരു ഇലയിലേക്ക് കൊണ്ടുവന്ന് ഭഗവാന്റെ മുമ്പിൽ വെച്ചു. എന്നിട്ട് ഇതിൽ ഓരോ പഴവും എടുത്ത് കടിക്കും. മനസ്സിലായില്ലേ? ഇതിൽ ഓരോ പഴവും എടുത്ത് കടിച്ചു നോക്കി. എന്നിട്ട് ചില പഴങ്ങൾ ദൂരേക്ക് കളയും. കടിച്ചിട്ട് ചില പഴങ്ങൾ മാത്രം ഭഗവാന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. ലക്ഷ്മണൻ എന്താണെന്ന് മനസ്സിലായില്ല. ലക്ഷ്മണൻ ദേഷ്യം വന്നു. എടാ, തന്റെ ജ്യേഷ്ഠന് ഈ വൃദ്ധയായ സ്ത്രീ കടിച്ചതിന്റെ ബാക്കി കൊടുക്കുന്നു. ഇവിടെ രാമൻ ഈശ്വരൻ എന്നുള്ള ഭാവം മാറ്റി വെച്ചാൽ തന്നെ രാജാവാണ്, അല്ലെ, രാജകുമാരനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് കടിച്ചതിന്റെ ബാക്കി കൊടുത്താൽ കഴിക്കൂ? നമ്മളാരെങ്കിലും കഴിക്കുമോ? നേരെ മുമ്പിൽ വെച്ചാൽ കടിച്ചിട്ട് കൊടുക്കുന്നത്. ലക്ഷ്മണന് ദേഷ്യം വന്നു. ആ സമയത്ത് രാമൻ ലക്ഷ്മണൻ തടഞ്ഞു. കാരണം രാമന് കാര്യം മനസ്സിലായി. ഈ ശബരി കൊടുത്ത ഓരോ പഴവും ഭഗവാൻ അത് കഴിച്ചു. സന്തോഷത്തോടുകൂടി ശബരി കണ്ണുകളോടെ, കണ്ണു നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുക ശബരിയുടെ സന്തോഷം കൊണ്ട്. താൻ കൊടുക്കുന്ന ആ പഴം സാക്ഷാൽ ഭഗവാൻ, അലോകൈകനാഥനായ മഹാവിഷ്ണു ഭഗവാൻ രാമരൂപത്തിൽ നിന്ന് കഴിക്കുന്നത് കാണുന്ന ആനന്ദം, സ്വന്തം കുഞ്ഞിനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരമ്മ അനുഭവിക്കുന്നതിനേക്കാൾ പരമാനന്ദമല്ലേ ഭഗവാനെ ആ കുഞ്ഞിനെ പോലെ കണ്ട് സ്നേഹത്തോടെ കൊടുക്കുന്നത്. ആ ആനന്ദത്തിലാണ് ശബരി. ശബരി ഭഗവാനോട് പറഞ്ഞത്, ഭഗവാനെ, എനിക്ക് നിന്നെ പൂജിക്കാനൊന്നും അറിയില്ല, എനിക്ക് സൽക്കരിക്കാനൊന്നും അറിയില്ല, അതിനുള്ള വിദ്യാഭ്യാസം എനിക്കില്ല, എനിക്ക് പൂജിക്കാൻ പൂജയൊന്നും അറിയില്ല, പിന്നെയോ വലിയ കാര്യങ്ങളൊന്നും അറിയാനുള്ള ബുദ്ധിയും എനിക്കില്ല, ഞാനൊരു സാധാരണ കാട്ടാള സ്ത്രീയാണ്. ആ സമയത്ത് ഭഗവാൻ അത് കൃത്യമായി ശബരിയോട് പറയുന്നുണ്ട്, നീ ആരാണെന്നോ, ഏത് വംശത്തിൽ ജനിച്ചതെന്നോ, ഏത് ജാതിയിൽ ജനിച്ചതെന്നോ ഒന്നും എൻ്റെ മുമ്പിൽ പ്രശ്നമല്ല. മനസ്സിലായില്ലേ? നിനക്ക് എന്നോടുള്ള ഭക്തി അതൊന്നുമുണ്ടെങ്കിൽ
ബാക്കി ഒരു അയോഗ്യതയും അവിടെ ഇല്ല. മനസ്സിലാവുന്നല്ലോ? ശരിയായ ഭക്തിയാണ് നമ്മുടെ യോഗ്യതയാവേണ്ടത്. ശരിയായ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളിൽ ഒരു കുറവും കാണില്ല. ശബരി ചെയ്യുന്നതിന് ഭഗവാൻ കുറവായി കണ്ടില്ല. ഇവിടെ എന്തിനാ ശബരി ചെയ്തതെന്ന് ചോദിച്ചാൽ പിന്നീട് പറയുന്നുണ്ട്. ഓരോ പഴവും എടുത്തിട്ട് ഈ പഴം കടിച്ചു നോക്കുന്നത് കയർപ്പുള്ളതുണ്ടോ എന്ന് അറിയാനാണ്. നല്ല മധുരമില്ലാത്തതൊക്കെ ദൂരേക്ക് മാറ്റിക്കളഞ്ഞു. കയർപ്പുള്ള ചില പഴങ്ങളല്ലേ, ചില പഴം അത്ര നല്ല മധുരം കാണില്ല. ആ മധുരമില്ലാത്തതൊക്കെ കളഞ്ഞിട്ട് ഏറ്റവും മധുരമുള്ളതാർക്ക് കൊടുത്തു? ഭഗവാന് കൊടുത്തു. ഇതല്ലേ നല്ല മനസ്സ്? മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കുന്നു എന്നല്ല ഭഗവാൻ നോക്കുന്നത്, എങ്ങനെയുള്ള മനോഭാവത്തോടെ കൊടുക്കുന്നു. നല്ല മനസ്സുണ്ടെങ്കിൽ ഒരു തുളസിയില വെച്ചാൽ തന്നെ മതി. നമ്മൾ ഭഗവാന്റെ തന്നെ ഒരു കഥ കേട്ടിട്ടില്ലേ? ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് ആ കഥയെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. എന്താ? ഒരിക്കലും സത്യഭാമ ഭഗവാനെ ഒന്ന് തുലാഭാരം നോക്കാൻ ആഗ്രഹിച്ചു. ഇവിടെ സത്യഭാമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്തുള്ള കുടുംബത്തിൽ നിന്നാണ് വന്നത്. സത്രാജിത്ത് എന്ന് പറയുന്ന ആളിന്റെ മോളാണ്. ഈ സത്രാജിത്തിനാണ് സമന്തകം എന്നൊരു മണി കിട്ടിയത്. ഈ മണിക്കൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ദിവസവും 8:30 രാത്രി, അതായത് 8.5 കിലോ സ്വർണം കിട്ടുന്ന മണിയാണ്. 8.5 കിലോ സ്വർണം കിട്ടുന്ന ഒരു മണി വീട്ടിൽ കിട്ടിയാൽ നമ്മളെ വീട്ടിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കേ. ഒരു മാസം ഉണ്ടെങ്കിൽ 1 മാസം × 8.5 കിലോ എത്രയാവും? ഇങ്ങനെ സമ്പത്ത് കുമിഞ്ഞുകൂടിയ വീട്ടിൽ നിന്നാണ് ആര് വരുന്നത്? സത്യഭാമ വരുന്നത് ഭഗവാനെ. ഈ സമന്തക മണി കൊണ്ട് തന്നെ ഭഗവാനെ സംശയിച്ച ആളാണ് സത്രാജിത്ത്. അവസാനം തെറ്റ് മനസ്സിലായപ്പോൾ പ്രായച്ചിത്തമായിട്ടാണ് മകളെ വിവാഹം കഴിച്ചു കൊടുത്തത്. അന്ന് തന്നെ മകൾക്ക് ഈ സമ്പത്തൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഭഗവാന്റെ ഭാര്യമാരിൽ ഞാനാണ് കേമി എന്ന് കാണിക്കാൻ വേണ്ടിയും കൂടാണ് സത്യഭാമ എന്ത് ചെയ്യുന്നത്? തൻ്റെ അച്ഛൻ തന്നുവിട്ട സമ്പത്ത് മറ്റു ഭാര്യമാരെയൊക്കെ ഒന്ന് കാണിക്കണമല്ലോ. ഞാനാണ് ഏറ്റവും കൂടുതൽ സമ്പത്തുമായിട്ടാണ് വന്നത് എന്ന് കാണിക്കാനുള്ള ഭാവത്തിൽ ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ നാളെ ഞാൻ അങ്ങേയൊരു തുലാഭാരം നോക്കുന്നുണ്ട്. ഭഗവാൻ പറഞ്ഞു, ഓ ആയിക്കോട്ടെ, വിരോധമില്ല. രാവിലെ വന്ന് ഭഗവാൻ നേരെ തട്ടിക്കേറിയിരുന്നു. മറുതട്ടില് സത്യഭാമ കൊണ്ടുവന്ന സ്വർണവും രക്തവും വസ്ത്രങ്ങളും ആഭരണങ്ങളും പണവും ഒക്കെ വാരി വലിച്ചു വെച്ചു. ഭഗവാന്റെ ശരീരത്തിന്റെ തൂക്കം വെച്ച് നോക്കിയാൽ അതിന്റെ 10 ഇരട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. പക്ഷെ ഭഗവാന്റെ തട്ട് താഴ്ന്നു തന്നെ നിൽക്കുന്നത്. ഇവിടെ തുലാഭാരം നോക്കുമ്പോഴും നമ്മൾ പറ സമർപ്പിക്കുമ്പോഴൊക്കെ ഒരു ശാസ്ത്രമല്ല, കവിഞ്ഞു മാറണം. മനസ്സിലായില്ലേ? അപ്പൊ നമ്മളൊരു 15 വയസ്സുള്ള കുട്ടിയെ തുലാഭാരം നോക്കാൻ 15 കിലോ സാധനമായിട്ടാണോ പോണത്? ഒരിക്കലും അല്ല. 20 25 ഒക്കെ കൊണ്ടു. എന്താ കാര്യം? ഈ തുലാഭാരം എന്ന് പറഞ്ഞാൽ കവിയണം. മനസ്സിലായില്ലേ? അളവിൽ കൂടുതൽ സമർപ്പിക്കുന്നതാണ് ആ സമർപ്പണം. ഇവിടെ എല്ലാം വെച്ചിട്ടും ഭഗവാന്റെ തട്ട് താഴ്ന്നു നിൽക്കുക. സത്യഭാമയ്ക്ക് ആകെ ടെൻഷനായി. ഇത് തൂക്കാതിരുന്ന ദോഷവുമാണ്. സത്യഭാമ അഹങ്കാരം മനസ്സിലാക്കി. കാരണം ഈ സമ്പത്തൊന്നും കൊണ്ട് ആരെ തൂക്കാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഭഗവാന്റെ പ്രീതി പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ്. രുക്മിണിയെയും ജാമ്പവതിയേക്കാളും മറ്റു ഭാര്യമാരെക്കാളും ഭഗവാൻ ഈ സമ്പത്ത് കണ്ട് പ്രീതി കാണിക്കുമെന്നാണ് ആര് നിർദ്ദേശിച്ചത്? സത്യഭാമ. മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ആൾക്കാരോടാണല്ലോ പൊതുവിൽ പുരുഷന്മാർക്ക് ഇഷ്ടം. ശരിയല്ലേ? ഇവിടെ ആ തെറ്റിദ്ധാരണയാണ് ആർക്കുള്ളത്? സത്യഭാമയ്ക്കുള്ളത്. അവസാനം സത്യഭാമ അഹങ്കാരം കളഞ്ഞ് നേരെ ഓടി ആരുടെ അടുത്തേക്ക്? രുക്മിണിയുടെ അടുത്തേക്ക്. രുക്മിണിയുടെ ചെന്ന് കാല് പിടിച്ചു. രുക്മിണി, എന്നെ രക്ഷിക്കണം, ജ്യേഷ്ഠത്തിൽ വിചാരിച്ചാലേ ഇനി വഴിയുള്ളൂ. രുക്മിണി നേരെ വന്നു. രുക്മിണി ഈ തട്ടിൽ വെച്ചിരുന്ന ഈ ആഭരണങ്ങളും സ്വർണ്ണമൊക്കെ മാറ്റി പകരം ഒരു തുളസിയില എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ എന്ന് തൊഴുതുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് അഹങ്കാരമില്ലാതെ വിനയത്തോടെ ഭക്തിയോടെ തട്ടിൽ വെച്ചപ്പോ ഭഗവാന്റെ തട്ട് ഉയർന്നു. മനസ്സിലായില്ലേ? തുളസി ഇരുന്ന തട്ട് താഴ്ന്നു. ഇവിടെ എല്ലാ സമ്പത്തിനേക്കാളും വലുതാണ് ഭക്തിയോടെയുള്ള സമർപ്പണം. ഈ സമർപ്പണമുള്ള മനസ്സാണ് നമുക്കൊക്കെ വേണ്ടത്. നല്ല ഭക്തി ഉണ്ടായാൽ നമ്മുടെ പ്രാർത്ഥന ആര് കേൾക്കും? ഭഗവാൻ കേൾക്കും. ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ സാധിക്കില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് ഭഗവാൻ കേൾക്കുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളിൽ അത്രയും ശുദ്ധമായ ഭക്തി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കുക.